CPM സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊല്ലത്ത് പതാക ഉയരും. 486 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിനൊപ്പം സംസ്ഥാനത്തിന്റെ വികസന മുന്നേറ്റം എങ്ങനെ വേണം എന്ന് വ്യക്തമാക്കുന്ന രേഖയും സമ്മേളനത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദൻ തുടരും. CPMന് അതിശക്തമായ സംഘടനാ അടിത്തറയുള്ള ജില്ലയാണ് കൊല്ലം. ശൂരനാട് കലാപത്തിന്റെ നാട് സമരപാരമ്പര്യത്തിലും പിന്നിലല്ല. CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു. പതാക, കൊടിമര, ദീപശിഖാ ജാഥകൾ നാളെ പൊതുസമ്മേളന വേദിയായ ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. പാർട്ടി പതാക ഉയരുന്നതോടുകൂടി സമ്മേളനത്തിന് തുടക്കമാകും. പ്രതിനിധി സമ്മേളനം വ്യാഴാഴ്ച പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. എറണാകുളം സമ്മേളനത്തിന് ശേഷം സംസ്ഥാനത്തും ദേശീയതലത്തിലുമുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും വിശദമാക്കുന്ന പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കും. വിമർശനവും സ്വയം വിമർശനവും അടങ്ങിയ റിപ്പോർട്ടിൽ 2 ദിവസം വിശദ ചർച്ച നടക്കും. സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഇഴകീറി പരിശോധിക്കപ്പെടും. എറണാകുളം സമ്മേളനം കൈക്കൊണ്ട തീരുമാനങ്ങളും തെറ്റുതിരുത്തൽ നടപടികളും എവിടം വരെയായി എന്ന പരിശോധനയും പ്രധാനമാണ്. സംഘടനാ ചർച്ചകൾക്കപ്പുറം സംസ്ഥാന വികസനം ചർച്ച ചെയ്യുന്ന പ്രത്യേക രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. ഭൂസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളന നടപടിക്ക് തുടക്കം കുറിക്കും. 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉന്നം, അതിവിപുലമായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവരിക. തുടർഭരണത്തിൽ തുടർച്ച ഉറപ്പിച്ചാണ് CPM സർക്കാരും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തവണയും വികസന രേഖ ഇത്ര പ്രാധാന്യം നൽകി അവതരിപ്പിക്കുന്നത്. ഭരണം തുടരാൻ വേണ്ട നയപരവും രാഷ്ട്രീയവുമായ നിർദ്ദേശങ്ങളും സമ്മേളനത്തിൽ ഉയരും. സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദൻ തുടരുമെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. സംസ്ഥാന സമിതിയിലും പുതുമുഖങ്ങൾക്ക് വഴിയൊരുങ്ങും. VV അരുൺ, News 18, കൊല്ലം.